ഭീകരവർഷം തനിക്കുമേൽ പതിയുന്നതിന്റെ തലേ ദിവസം രാത്രി മരണത്തിന്റെ തണുപ്പ് മാത്രം നിറയുന്ന ഗാസയിലെ അൽ നാസർ ആശുപത്രിക്ക് സമീപത്തുള്ള മോർച്ചറിക്ക് സമീപത്തിരുന്നാണ് മറിയം അബൂ ദഖ എന്ന ധീരയായ മാധ്യമ പ്രവർത്തക ആ അന്ത്യവാക്കുകൾ കുറിച്ചത്. തന്നിൽ നിന്നും ഏറെ അകലെയുള്ള തന്റെ കരളിന്റെ കഷ്ണത്തിനായി, ഈ ലോകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ കുഞ്ഞുമോൻ ഗൈത്തിനായി. ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണപ്പോൾ വരാനിരിക്കുന്ന വിധിയുടെ ഭീകരത അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. ഗാസയുടെ മണ്ണിൽ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടു ജീവിക്കുന്ന ഒരു ജനതയുടെ വേദനയും പ്രതീക്ഷകളും തന്റെ കുഞ്ഞു മകനിലേക്കുള്ള സ്നേഹ സന്ദേശമായി അവർ രേഖപ്പെടുത്തി. ആ നീണ്ട രാത്രിയുടെ തണുപ്പിൽ മറിയം തന്റെ പേനയെടുത്തു. അവളുടെ വിരൽത്തുമ്പിലൂടെ ഹൃദയവേദന കടലാസിലേക്ക് പകർന്നു. പ്രിയപ്പെട്ട ഗൈത്ത്, നിന്റെ ഉമ്മയുടെ ഹൃദയവും ആത്മാവുമായവനെ, ഞാൻ മരിച്ചാൽ നീ എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്തോഷവതി ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞുമോനെ നീ കരയരുത്. ഒരമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകൻ സന്തോഷവാനായിരിക്കുക എന്നതാണ്. അത് തന്റെ മരണശേഷമാണെങ്കിൽ പോലും. ആ വേദന നിറഞ്ഞ നിമിഷത്തിലും മകൻ കരയരുത് എന്ന് പറയാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എനിക്ക് അഭിമാനമായി മിടുക്കനായ ഉത്തരവാദിത്തമുള്ളവനായി നീ വളരണം. നീ ഒരു മിടുക്കനായ ബിസിനസ്സുകാരനാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എന്നെ മറന്നു കളയരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അഭാവത്തിൽ മകൻ എങ്ങനെ ജീവിക്കണം, എന്തായി തീരണം എന്നതിനെ കുറിച്ചുള്ള ഒരമ്മയുടെ അവസാനത്തെ ഉപദേശമായിരുന്നു അത്. മറിയം തന്റെ മകന്റെ ഭാവിയെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു.